ഗ്രീൻലൻഡ് അമേരിക്കയ്ക്ക് കൈമാറണമെന്ന് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ മുതൽ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. വെനസ്വേലയ്ക്കെതിരായ നീക്കത്തിന് പിന്നാലെ ട്രംപ് ഈ ആവശ്യം കടുപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഗ്രീൻലൻഡിൽ അമേരിക്ക കണ്ണുവെക്കുന്നത്? കാണാം. ആർട്ടിക് സമുദ്രത്തിനും ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിനുമിടയിൽ കാനഡയ്ക്കും ഐസ്ലൻഡിനുമിടയിലാണ് ലോകത്തെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലൻഡ് സ്ഥിതി ചെയ്യുന്നത്. 300-ലേറെ വർഷമായി ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലാണ് ഗ്രീൻലൻഡ്. 1953 കോളനി ഭരണം അവസാനിക്കുകയും ഡെൻമാർക്കിന്റെ അവിഭാജ്യ ഭാഗമായി ഗ്രീൻലൻഡ് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. 1979 ഗ്രീൻലൻഡ് അർദ്ധ സ്വയംഭരണാവകാശം നേടി. അമേരിക്കയുടെയും ലോകത്തിന്റെയും സുരക്ഷയ്ക്കായി ഗ്രീൻലൻഡ് അമേരിക്കയ്ക്ക് കൈമാറണമെന്ന് ആദ്യവട്ടം പ്രസിഡന്റായ കാലം മുതൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം വട്ടം ചുമതലയേറ്റ ഉടൻ തന്നെ കഴിഞ്ഞ ജാനുവരിയിൽ ആവശ്യം വീണ്ടും ട്രംപ് ഉന്നയിച്ചു. ഇപ്പോൾ ഈ ആവശ്യം ട്രംപ് ശക്തമാക്കുകയാണ്. ഗ്രീൻലൻഡ് വഴങ്ങിയില്ലെങ്കിൽ സൈനിക നീക്കത്തിലൂടെ ദ്വീപ് രാഷ്ട്രം കൈവശപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകി. അമേരിക്ക ഗ്രീൻലൻഡിനായി കൊതിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. വടക്കേ അമേരിക്കയ്ക്കും യൂറോപ്പിനുമിടയിൽ സൈനികപരമായി തന്ത്രപ്രധാന സ്ഥലത്താണ് ഗ്രീൻലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനു പുറമെ അപൂർവ ധാതുക്കളും എണ്ണയും വാതകവും അടക്കമുള്ള വിഭവങ്ങളാൽ സമ്പന്നമാണ് ഈ പ്രദേശം. 2040ഓടെ ഇലക്ട്രോണിക്സ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകൾക്ക് വേണ്ട ധാതുവിഭവങ്ങളുടെ ആവശ്യം 4 ഇരട്ടിയായി വർദ്ധിക്കുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. വൈദ്യുത വാഹനങ്ങൾക്കുള്ള ബാറ്ററി മുതൽ സോളാർ പാനലുകൾ അടക്കമുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനാവശ്യമായ പല ധാതുക്കളും ഗ്രീൻലൻഡിലുണ്ട്. ചൈന, ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിലെ ധാതുവിഭവങ്ങൾ കുറയുമ്പോൾ ഗ്രീൻലൻഡിലേക്കാകും നാളെ ലോകം ഉറ്റുനോക്കുകയെന്ന് അമേരിക്കയ്ക്കറിയാം. സുരക്ഷയ്ക്കായാണ് ഗ്രീൻലൻഡ് ചോദിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നതെങ്കിലും അപൂർവ ധാതുസമ്പത്ത് തന്നെയാണ് ട്രംപിന്റെ ഗ്രീൻലൻഡ് മോഹത്തിന് പിന്നിൽ. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.